ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നോമ്പ് തുറയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു ഉന്നക്കായ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയായ നല്ല ഒരു ഉന്നക്കായാണ്. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഉന്നക്കയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു 6 പഴം എടുത്തിട്ടുണ്ട്. പഴം എടുത്ത് പുഴുങ്ങി അതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അത് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഒരു നേരിയ ചൂടോട് തന്നെ ഉടക്കണം. അപ്പം നല്ലോണം ഉടനെ കിട്ടും. അത് ഉടച്ചതോടെ മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ച് നട്ട്സും കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. നെയ്യ് ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ ഈ നട്ട്സൊക്കെ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ആദ്യം നട്ട്സ് ഇടാം. നട്ട്സ് ഇട്ടിട്ട് ഒന്ന് വഴറ്റി ഇതായി വരുമ്പം അത് ഫ്രൈ പോലെ ആയി വരുമ്പോൾ ഈ മുന്തിരി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് രണ്ടും കൂടെ എല്ലാം കൂടെ ഒന്ന് വഴറ്റിയതുപോലെ ഇങ്ങനെ എടുക്കണം. ഫ്രൈ പോലെ എടുക്കണം. പിന്നെ അതിനായിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ അതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരണ്ട. ഒരുവിധം ഫ്രൈ ആയി വരുമ്പോഴേക്കും അതിലേക്ക് ഈ ഒരു മുറി തേങ്ങയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ തേങ്ങ നല്ല മുരിനൊന്നും വരണ്ട. അതിൻ്റെ വെള്ളമഴമൊക്കെ ഒന്ന് മാറിയാൽ മതി. അതിനുശേഷം അതിലേക്ക് ആവശ്യമായ പഞ്ചസാര 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പഞ്ചസാര വേണ്ടാന്നുള്ളവർക്ക് പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. ഈ പഴത്തിൻ്റെയും തേങ്ങയുടെയൊക്കെ മധുരം തന്നെ മതിയാവും. കുറച്ചും കൂടെ കുട്ടികൾക്കൊക്കെ ഒന്നും കൂടി ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാരയൊക്കെ ഇടണം. അപ്പോൾ അതുകൊണ്ട് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഈ പഴത്തിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വേണം ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട്. ഇത് കുറച്ച് ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് വെച്ചിട്ട് അതൊന്ന് ഉള്ളിലാക്കിയിട്ടൊന്ന് ഇതേപോലെ ഇങ്ങനെ ആക്കിയെടുക്കണം. എന്നിട്ട് ഇതിന് ഉന്നക്കായുടെ ഷേപ്പിൽ ആക്കിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതേ സമയമൊന്നും വേണ്ടി ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇത് എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. പഴം പുഴുങ്ങിയത് കൊണ്ട് അധികം വേവൊന്നുമില്ല ഇതിന്. പഴം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇതെല്ലാം കൂടെ മറിച്ചിട്ടിട്ടുണ്ട്. ഇത് തന്നെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നോമ്പ് തുറക്കൊക്കെ പറ്റിയ നല്ലൊരു സ്നാക്സാണ് ഉന്നക്കായ. എല്ലാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ വെച്ചതുകൊണ്ട് ഫില്ലിങ്ങൊക്കെ നല്ലതുപോലെ വെന്തിട്ടൊക്കെ ഉണ്ട്. തേങ്ങയൊക്കെ നല്ല ടേസ്റ്റായിരിക്കും ഇതിന്. പിന്നെ അതെടുത്തിട്ട് അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം 2-3 ട്രിപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നോമ്പ് തുറക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്നാക്സാണ് ഉന്നക്ക. ഉന്നക്ക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ